രാജ്യത്ത് കേന്ദ്ര ഫണ്ട് തട്ടിപ്പുകൾ തുടരെ പുറത്തുവരുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഒരു വൻ തട്ടിപ്പിൻ്റെ കൂടി ചുരുൾ അഴിയുകയാണ്. യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാകണമെന്ന പേരിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയിൽ വ്യാപകമായ ക്രമക്കേടെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. രാജ്യത്തെ പരമോന്നത ഓഡിറ്റ് സ്ഥാപനമായ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഓഫ് ഇന്ത്യയാണ് ഇക്കഴിഞ്ഞ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഫണ്ട് കൈപ്പറ്റിയ അക്കൗണ്ട് നമ്പറുകൾ വ്യാജം, ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൽ ഡ്യൂപ്ലിക്കേഷനുകൾ, അസാധുവായ എൻട്രികൾ, അങ്ങനെ ആകെ തട്ടിപ്പ് മയമെന്നതാണ് CAG റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ പദ്ധതിക്ക് കീഴിൽ വന്ന രാജ്യത്തെ ഉടനീളമുള്ള 95.53% ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭ്യമല്ല എന്നതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അക്കൗണ്ട് സ്ഥാനത്ത് 0 അല്ലെങ്കിൽ ബ്ലാങ്കായോ ആണ് വിവരങ്ങൾ ഉള്ളത്. ഇമെയിൽ, മൊബൈൽ നമ്പറുകൾ എന്നിവയിലും വ്യാപകമായ അസാധുവായ എൻട്രികൾ ഉണ്ട് എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. സ്കിൽ ഇന്ത്യ പോർട്ടലിൽ ആദ്യം അക്കൗണ്ട് വിശദാംശങ്ങൾ നിർബന്ധമായിരുന്നുവെങ്കിലും പിന്നീട് അത് നിർബന്ധമല്ലാതാക്കി എന്നതാണ് മന്ത്രാലയം CAGക്ക് കൊടുത്ത മറുപടി. പരിശോധനയ്ക്കെടുത്ത 171 കേസുകളിൽ 131ലും ഒരേ പരിശീലന കേന്ദ്രത്തിൻ്റെയും ആളുകളുടെയും ഇമെയിൽ വിലാസം ഒന്നും കേന്ദ്രങ്ങളിൽ പലതും പ്രവർത്തിക്കുന്നില്ല എന്നും കണ്ടെത്തുകയായിരുന്നു. പദ്ധതി ആരംഭിച്ച 2015 ജൂലൈ മുതൽ 2022 വരെയുള്ള നടത്തിപ്പാണ് CAG പരിശോധിച്ചത്. 2015, 2016, 20, 2021, 2022 എന്നിങ്ങനെ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കിയത്. 1.32 കോടി യുവാക്കൾക്ക് പരിശീലനം നൽകുന്നതിനായി 7 വർഷത്തിനിടയിൽ 14,450 കോടി രൂപ കേന്ദ്രം ചിലവഴിച്ചു എന്നും കാണുന്നു. കേരളത്തിലും 2 സ്ഥാപനങ്ങൾ ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തുകയുണ്ടായി. തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് അവരിൽ നിന്നും 22.33 ലക്ഷം രൂപ തിരിച്ചുപിടിച്ചു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഈ സ്ഥാപനങ്ങൾ ഹാജരാക്കിയ നിയമന കത്തുകൾ, ശമ്പള രേഖകൾ, ബാങ്ക് അക്കൗണ്ട് രേഖകൾ എന്നിവ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് വ്യക്തമായത്. 14 പേർക്ക് നിയമനം നൽകിയതായി അറിയിച്ച കമ്പനിയിൽ 5 പേർക്ക് മാത്രമാണ് നിയമനം നൽകിയതെന്ന് പിന്നീട് കണ്ടെത്തുകയുണ്ടായി. 17ഉം 18ഉം പേരെ നിയമിച്ചതായി രേഖകളുള്ള 2 കമ്പനികൾ ആർക്കും നിയമനം നൽകിയില്ല എന്നും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ UP, ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ ഒട്ടേറെ ഗുണഭോക്താക്കളുടെ അപേക്ഷകളിൽ പതിപ്പിച്ചത് ഒരേ ഫോട്ടോയാണെന്നും കണ്ടെത്തുകയുണ്ടായി. ക്രമക്കേടുകൾ കാരണം പദ്ധതി ഗുണഭോക്താക്കളിൽ 34 ലക്ഷം പേർക്കുള്ള പദ്ധതി വിഹിതം തടഞ്ഞു വെക്കുകയുണ്ടായി എന്നും പറയുന്നു. ജയ്പൂരിലെ ജയ്പൂർ കൾച്ചറൽ സൊസൈറ്റി മീഡിയ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ 5,60,203 പേർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ലോകത്ത് ഒരു കലണ്ടറിലും ഇല്ലാത്ത ഫെബ്രുവരി 31 എന്നതിൽ പരിശീലനം സംഘടിപ്പിച്ചുകൊണ്ട് എന്നതാണ് കാണിക്കുന്നത്. ഇതറിയുമ്പോൾ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രയെന്ന് നമുക്ക് ബോധ്യമാകും. അതിന് സർക്കാരിൽ നിന്നും ഈ സ്ഥാപനം പണവും കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. ജബൽപൂരിലും മുംബൈയിലും ഹൈദരാബാദിലും ഒരേ ബാച്ച് പരിശീലനം നേടിയെന്നാണ് കണ്ടെത്തൽ. കേരളത്തിലെ കൊല്ലത്തും അടക്കം ഇതേ ബാച്ച് പരിശീലനം നേടിയെന്നും കാണുന്നുണ്ട്. ഒരേ ഫോട്ടോയിലുള്ളവർ വിവിധ സംസ്ഥാനത്ത് ഒരേ ഒപ്പ്, ഒരേ സത്യവാങ്മൂലം, ഫോട്ടോ മാത്രം മാറ്റി പരിശീലനം നേടിയവരും ഏറെയാണ്. പല പരിശീലന കേന്ദ്രങ്ങളിലും വെറും കെട്ടിടങ്ങൾ മാത്രമാണ് എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഡ്രൈവിംഗ് അറിയുന്നവരെ വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിച്ച് സ്കില്ലുണ്ടാക്കി പണം തട്ടിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വലിയ ക്രമക്കേട് നടന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പറുകളിലാണ്. 95,90,801 ഗുണഭോക്താക്കളിൽ 90,66,264 പേരുടെയും കാര്യത്തിൽ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളുടെ ഭാഗത്തുള്ളത് 0 എന്നത് മാത്രമാണ്. ഒന്നും രേഖപ്പെടുത്താതെ വിടുകയോ ബാധകമല്ല എന്നെഴുതുകയോ ചെയ്തതായും കണ്ടെത്തി. ചിലരുടെ അക്കൗണ്ട് നമ്പറുകൾ 11 തവണ 1 എന്ന് രേഖപ്പെടുത്തി. 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ ബാങ്ക് അക്കൗണ്ട് നമ്പർ രേഖപ്പെടുത്തിയ കേസുമുണ്ട്. പരിശീലനവും സർട്ടിഫിക്കേഷനും പൂർത്തിയാക്കിയ ശേഷം 41% ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ജോലി ലഭിച്ചുള്ളൂ എന്ന് ഓഡിറ്റർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പദ്ധതിക്ക് കീഴിൽ 56.14 ലക്ഷം ഉദ്യോഗാർത്ഥികളിൽ 23.18 ലക്ഷം പേർക്ക് മാത്രമാണ് പ്ലേസ്മെന്റ് ലഭിച്ചത്. ഇതൊക്കെ തന്നെ പദ്ധതിയിലെ തട്ടിപ്പ് വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് വകുപ്പുകളിലും ഇതേ അവസ്ഥ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഉന്നത ശാസ്ത്ര പരിസ്ഥിതി വകുപ്പുകളിലും ഉടനീളം
നിരവധി ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി മോദി എംപ്ലോയ്മെന്റ് ലിങ്ക്സ് ഇൻസെൻറ്റീവ് പദ്ധതി കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന വാഗ്ദാനമായി മുന്നോട്ട് വരികയായിരുന്നു. എങ്കിലും പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ല എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. എന്നാൽ 10,000 കോടി രൂപ ഇതിലൂടെ അനുവദിച്ചിട്ടുണ്ട് എന്നും ഇക്കാര്യത്തിൽ വ്യക്തമാകുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇത് എടുത്തു ചൂണ്ടിക്കാട്ടി ലോക്സഭയിൽ ചർച്ചയ്ക്ക് വഴിതെളിച്ചു. 2024-25 കേന്ദ്ര ബഡ്ജറ്റിൽ ELI പദ്ധതിക്കായി 3 സ്കീമുകൾ പ്രഖ്യാപിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ പാക്കേജിൽ 5 വർഷത്തെ കാലയളവിൽ 4.1 കോടി യുവാക്കൾക്ക് തൊഴിൽ വൈദഗ്ധ്യം, മറ്റ് അവസരങ്ങൾ എന്നിവ സുഗമമാക്കുന്നതിനുള്ള പദ്ധതികളും സംരംഭങ്ങളുടെയും പാക്കേജിന്റെ ഭാഗമായിട്ടാണ് ഇത് പ്രഖ്യാപിച്ചിരുന്നത്. വലിയ കോർപ്പറേറ്റുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ കൂട്ടാളികൾക്ക് മാത്രമായി തരംതിരിച്ച് ഇന്ത്യയിലെ തദ്ദേശീയരായ യുവാക്കളെ അവഗണിച്ചും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. 2014 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് നൽകുമെന്ന ബ്രഹ്മാണ്ഡ വാഗ്ദാനം പൊഴിച്ചുകൊണ്ടാണ് മോദി അധികാരത്തിലേറിയത്. പിന്നീട് അങ്ങോട്ട് കടിച്ചു തൂങ്ങി അധികാരത്തിൽ തുടരുന്ന മോദിയുടെ വോട്ടുകൊള്ള അടക്കമുള്ള വൻ തട്ടിപ്പുകൾ രാജ്യത്ത് വലിയ രീതിയിൽ കടപുഴക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഈ വിവരവും രാജ്യത്തെ ചൂഴ്ന്നു നിൽക്കുന്ന വൻ തട്ടിപ്പായി CAG പുറത്തുവിടുന്നത്. കഴിഞ്ഞ 11.5 കൊല്ലം കൊണ്ട് നാട് കട്ടുമുടിച്ച് കുട്ടിച്ചോറാക്കി മാറ്റി പല ജനക്ഷേമ പദ്ധതികളും തകിടം മറിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി വരെ ചുട്ട് കരിച്ച് ഭരണം നടത്തുകയാണ് കേന്ദ്രം. പബ്ലിക് സെക്ടറുകൾ മുഴുവൻ പ്രൈവറ്റൈസേഷൻ നടത്തി തങ്ങളുടെ തോഴന്മാർക്ക് മാത്രമായി മാറ്റിയിരിക്കുകയാണ്. പണത്തിൻ്റെ മൂല്യം താഴ്ന്ന് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ പണപ്പെരുപ്പം ക്രമാതീതമായി വർദ്ധിച്ചു. ഓഹരി വിപണിയിൽ അടക്കം സെബിയുടെ കള്ളക്കളിയാണ് വ്യക്തമാവുന്നത്. ഇത് BJPയുടെ നേതാക്കൾ തന്നെ വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര തുറന്നടിച്ചത് നോക്കുക. ഈ രാജ്യം കടക്കണിയിലാണ്. 2 ലക്ഷം കോടിയുടെ പൊതുകടം അത് നാൾക്ക് നാളായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ പൊതുഖജനാവിലെ ഈ പണമത്രയും ജനക്ഷേമത്തിന് ഉതകേണ്ടതിന് പകരം അതൊക്കെ BJP പാർട്ടി ഫണ്ടിലേക്ക് ഒഴുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സോഴ്സ് BJPയുടെ ആസ്തി വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം പറയുന്നത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പണം വിതറി പിടിച്ചടക്കുന്ന രീതിയാണ് സർക്കാർ പ്രയോഗിക്കുന്നത്. സംസ്ഥാനങ്ങളിലേക്കൊക്കെ ശതകോടികൾ വാരിയെറിഞ്ഞുകൊണ്ടുള്ള പണരാഷ്ട്രീയ തന്ത്രം മെനയുന്ന BJPയുടെ കുതന്ത്രങ്ങൾ രാജ്യത്ത് വ്യാപകമാവുകയാണ്. ഇപ്പോൾ പുറത്തു വന്ന കൗശൽ വികാസ് യോജന പോലുള്ള ജനക്ഷേമ പദ്ധതികളിലെ തട്ടിപ്പ് കൂടാതെ വിവിധ തട്ടിപ്പുകൾ വഴിയാണ് BJP പണം സ്വരൂപിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നേരത്തെ തന്നെ അന്ത്യശാസന കൊടുത്തതാണ്. 2024-25 സാമ്പത്തിക കാലഘട്ടത്തിൽ വിവിധ ഇലക്ട്രൽ ട്രസ്റ്റുകളിൽ വഴി BJP വൻ രീതിയിൽ 959 കോടി രൂപയാണ് സമാഹരിച്ചത്. ഇത്രയും ഭീമമായ തുകയുടെ 83%, അതായത് 959 കോടിയിൽ 753 കോടി 60 ലക്ഷം രൂപയും രാജ്യത്തെ വൻകിട വ്യവസായ ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള പ്രോഗ്രസീവ് ഇലക്ട്രൽ ട്രസ്റ്റ് വഴിയാണ് BJPക്ക് ലഭിക്കുന്നത്. മറ്റ് പ്രധാന ട്രസ്റ്റുകളായ മഹീന്ദ്ര ഗ്രൂപ്പിന്റെ ന്യൂ ഡെമോക്രാറ്റിക് ട്രസ്റ്റിൽ നിന്നും 150 കോടി രൂപയും BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കടലാസ് പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലടക്കം ഫണ്ടുകൾ ചിലവഴിക്കാൻ കള്ള വഴികൾ തേടിയിരുന്ന BJPയുടെ യഥാർത്ഥ മുഖം ഓരോന്നോരോന്നായി പുറത്തു വരികയാണിപ്പോൾ. ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ഫണ്ട് ശേഖരണം കോടതി വിധിയെ തുടർന്ന് നടക്കില്ല എന്ന് മനസ്സിലാക്കിയ BJP മറ്റു വഴികൾ തേടുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരം തട്ടിപ്പുകളിലേക്ക് തിരിഞ്ഞത്. CAG റിപ്പോർട്ട് പുറത്തു വന്നതോടെ സംഭവം രാജ്യത്ത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണിപ്പോൾ. ഈ 10,000 കോടി ഒഴുക്കിയ വഴികൾ തേടിയാണ് പ്രതിപക്ഷം ഇപ്പോൾ അന്വേഷണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. രാജ്യത്ത് സർവ്വമേഖലയിലും വൻ അഴിമതിയും തട്ടിപ്പും കുടികുത്തി വാഴുന്ന അതീവ ഗുരുതര കാലഘട്ടത്തിൽ രാജ്യത്തെ കൊണ്ടെത്തിച്ച BJPയുടെ പതനം ഏതാണ്ട് പൂർത്തിയായ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയുടെ രാപ്പകലില്ലാത്ത പ്രയത്നം രാജ്യത്തെ സംരക്ഷിച്ചു നിർത്താനുള്ള ശ്രമമായി രാജ്യത്തിപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അരക്ഷിതരായ ജനം പ്രതീക്ഷയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്കായി ചെവി കൂർപ്പിച്ചിരിക്കുകയാണ്. രക്ഷയുടെ ജനാധിപത്യ കവചം കൊണ്ട് രാജ്യത്തൊരു പുതിയ യുഗം രൂപമെടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നൊരുക്കങ്ങളാണ് രാജ്യത്തിപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വഴി തിരയടിക്കുന്നത്. അത് സാധ്യമാക്കുക തന്നെ ചെയ്യും. കാത്തിരിക്കാം നമുക്ക്.
രാജ്യത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു ജനകീയ മുന്നേറ്റത്തിനായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.